എത്രയോ വർഷമായി നീ എനിക്ക് കല്യാണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇന്നെങ്കിലും ആ ബ്രോക്കർ വരുവോടെ? എടാ നീ ഒന്ന് വേളം വെക്കാതെ അങ്ങേര് വരും. അങ്ങേര് വരും. കുറച്ച് നാളായിട്ട്. എടാ നിന്നെ ഈ കയ്യില് എടുത്ത് കൊച്ചിനെ വളർത്തി തുടങ്ങിയാണ് ഞാൻ. നിന്റെ കൊച്ചിനെ എടുത്ത് വളർത്തേണ്ട ഗതികേട് എനിക്ക് വന്നു. എടാ കല്യാണം കഴിക്കാത്തവന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂടെ? ഇവിടെ കല്യാണം കഴിഞ്ഞാൽ വിഷമം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല അളിയ. തേങ്ങ തന്നെ ഇവിടെ. ആ ബ്രോക്കറിനെ നീ മൊബൈലിലെങ്കിലും ഒന്ന് വിളിച്ചു നോക്കണേ. നീ വെയിറ്റ് എനിക്ക് നിൽക്കുകയാണ് ചേർക്ക. തള്ളി എന്തോന്ന്? അല്ല മുട്ടിക്കണെന്ന് പറഞ്ഞു. എടാ പുട്ടല്ല, എനിക്ക് മുട്ടി നിൽക്കണമെന്ന്. എങ്ങനെയെങ്കിലും എന്നെ കെട്ടിച്ച് വിറേ ഒന്നും. അളിയ നീ വേളം വയ്ക്കാൻ ഞാൻ അങ്ങനെ വിളിച്ചിട്ട്. വിളി അങ്ങോട്ട്. എനിക്ക് ദേഷ്യം വന്നാലും ഉണ്ടല്ലോ തറയിട്ട് ഒരച്ചോളി. അങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല. എടാ നാളെ ഉച്ചയ്ക്കത്തെ കേസല്ലേ, ഞാൻ ചെറുക്കനെ കൊണ്ട് 12:30 മണിയാകുമ്പോ അവിടെ എത്തും. എടാ ഒരു കാര്യത്തിൽ ഇടപെട്ടതാണ് ഞാൻ. മനസ്സിലായില്ലേ? മാമനാ? അല്ല നിങ്ങൾ തന്നെ വിളിച്ചോ മാമ? എന്നെ തന്നെ. എന്തോ നീ വിളിച്ചപ്പോ എനിക്ക് എന്തോ ഒരു ഫീലടെ. ഞാൻ വേറെ എന്തൊക്കെയോ ഓർത്തുപോയി. പിന്നെ എനിക്ക് ഒരുപാട് പെണ്ണ് കേസ് ഉള്ളതുണ്ട്. ഒരുപാട് പെണ്ണ് കേസുള്ള ഇങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ അവസാനം നമ്മളും ജയിലിൽ പോകേണ്ടായിട്ട് വരും ചേർക്ക. എന്റെ പൊന്നളി അതല്ല. പിന്നെ എടാ അങ്ങനെ കുറെ പെണ്ണുങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന കേസുണ്ടെന്ന് അതാണ് പറഞ്ഞത്. എടാ കല്യാണ കേസ്. അതൊക്കെ പോട്ട്. നീ ചെറുക്കനെ വിളിച്ചിടാൻ പറയുന്നത് എന്താ? ചെറുക്കനെ തന്ത വിളിച്ചിട്ടുണ്ടെന്ന്. മാമ ഇതാണ് ചെറുക്കൻ. ഇതാ ചെറുക്കൻ. ഓ നിനക്ക് എത്ര വയസ്സാണ്? 40 വയസ്സ്. 40 വയസ്സാ? ഓ മുടിയൊക്കെ പോയെന്നേ ഉള്ളൂ. അല്പമൊക്കെ താടി നരച്ച് അതൊക്കെ സെറ്റ് ചെയ്യാമോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരും. എങ്ങനെ ഒത്തിരി പണിയാണല്ലോ അത്. പഴയ വീഞ്ഞെടുത്തേ പുതിയ കുപ്പിയിൽ കയറ്റാം. വിഴിഞ്ഞോ? വിഴിഞ്ഞാ വീഞ്ഞ്. അങ്ങനെ അതേപോലെ സംഭവം കിട്ടുമോ? വിഴിഞ്ഞാ കിട്ടുന്നവര് ഒരു തുള്ളിയെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം, സംഗതി എല്ലാം കഴിഞ്ഞ എനിക്ക് എന്റെ ഷെയർ തരണം. 200. ഞാൻ ഒരു 100 കൂടി വെക്കാം. 100 പറ്റൂല, 200 ആണ്. 200 എന്റെ ഗൂഗിൾ പേ ആണ്. അത് മതി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ 200, 400, 600. അപ്പോഴും ഓക്കെ. എന്നാൽ ജവാന്റെ ഫുള്ള് കിട്ടും. അപ്പൊ അച്ചാർ ആര് വാങ്ങി? അച്ചാർ ആടെ ഇപ്പൊ ഉപയോഗിക്കണത്. പിന്നെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഒരു കവറിൽ 10 ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഗ്ലാസ് കുപ്പിനെ മൂടിറക്കാളിയാ നമുക്ക്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്ത് സാധനം പോയി ടെക്നോളജി താമസിക്കണ്ട. പോട്ടോ പെട്ടെന്ന് പോയിട്ടോ. കല്യാണക്കാരി സംസാരിക്കാൻ വന്നേ. അങ്ങനെ വന്നതാണ്. ഞാൻ റൂട്ട് വിട്ടുപോയി. അത് വൈകുന്നേരം ആവട്ടെ. വൈകുന്നേരം ആവട്ടെ. ചെറുക്കന് വീടും പുറവിടെ കൊണ്ടുടാ. ഉള്ള കാര്യം പറയാല. 5 സെന്റ് വസ്തു ഉണ്ട്, അതിൽ 2 ഇല വീടും ഉണ്ട്. അതിനാണ് അവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നത്. എന്റെ വാടകയുള്ളൂ. വാടകയ്ക്ക് താമസിക്കുന്നത്? അതിപ്പോ എങ്ങനെ ശരിയാവണത്? അത് വാടക താമസിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല കുടുംബത്തിൽ നിന്നൊക്കെ പെണ്ണ കിട്ടുമോ? പിന്നെന്ത് കിട്ടാതെ എന്ത്? നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കും. നിങ്ങള് ഒരു കാര്യം ചെയ്യും. ശ്രീധം പെണ്ണിന്റെ വലിയ സ്വർണ്ണം വല്ലതും കൊണ്ടാന്ന് നീ ഒന്ന് അന്വേഷിച്ചു. ഞാൻ ചോദിക്കാം മാമാ. പയ്യന് ശ്രീനായിട്ട് എന്തെങ്കിലും സ്വർണ്ണം വല്ലതും ഉണ്ടാ? പാവപ്പെട്ട കുടുംബോടാ. അങ്ങനെ ശ്രീനായിട്ട് അവിടെ ഒന്നുമില്ല. പാവമാണ്. പിന്നെ സ്വർണം കിട്ടിയില്ലെങ്കിലും സ്വർണ്ണ പാലെങ്കിലും അവർ തരും. എന്റെ പോറ്റിയുടെ കുടുംബത്തിലോട്ടാണ് അയക്കുന്നത്. എടാ എനിക്ക് മീനും ഇറച്ചിയൊക്കെ കൃത്യമായിട്ടും കിട്ടണം. ഒരു പൂജ പോലും ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായല്ലോ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ പാളിയാണെന്ന്. പിന്നെ കാര്യം ചെയ്യാം. പിന്നെ ഈ കുറച്ച് പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോ ഇരിക്കുന്ന ബൈബിൾ എടുക്കാൻ മറന്നു. ബൈബിളാ? അതല്ല, ബുക്ക് എടുക്കാൻ മറന്നു. ആ ഫോട്ടോ ഒന്ന് കാണിക്കാം. നിനക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ ഒന്ന് കാണാം. അത് കോമ്പല് വേണ്ട. കോമ്പല്. അപ്പൊ ഇതാ സൗന്ദര്യമില്ല. അപ്പൊ ഇതാ അത് ഇവിടെ ഉള്ളല്ലോ. അത് ജപ്പാനുള്ളൂ. എനിക്ക് ജപ്പാൻ മതി. നീ ഇത് നോക്കാം. ഇത് നോക്ക്. ഇതെങ്ങനെയുണ്ട്? അത് മതിയളിയാ. നിനക്ക് ഇതിനെ പറ്റും. അത് മതി. പറഞ്ഞ പിന്നെ മാറ്റമല്ലോ. അല്ല അതൊക്കെ പോട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. ഇവരെന്താണ് ജോലി? അളിയ അതിന്റെ ജോലിയെ പറ്റി പറഞ്ഞോളൂ അവന്. എന്റെ അമ്മയ്ക്കും അച്ഛനും കേന്ദ്ര സർക്കാരിന്റെ ജോലി. കേന്ദ്ര സർക്കാർ? പിന്നെ അല്ല, ഈ അവര് കൊണ്ടുവരണം ഞണ്ണിക്കൊണ്ട് വീട്ടിൽ ഇരിക്കണോ, ഞാൻ ജോലിക്ക് പോകണോ? നിങ്ങൾ എന്തിനു പറയണ്? അതും ശരിയാണ്. പിന്നെ അല്ല, പ്രശ്നമുണ്ട്. അവന്റെ കല്യാണം കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യണ്ട. പിന്നെ അല്ലാതെ നാട്ടുകാർക്ക് ജോലി തന്നെ.